പോന്ന കുഞ്ഞാട് മനുഷ്യനാകുവാൻ കാലമാകുന്നു. ഉദരഭാരത്താൽ ക്ഷീണിതയായ അവൾ മുന്നോട്ട് നടക്കുവാൻ ത്രാണിയില്ലാതെ ദീർഘയാത്രയാൽ തളർന്നു. മഞ്ഞിന്റെ മടിത്തട്ടിൽ അമ്മയാകുവാനുള്ള നേരമായി. ലോകരക്ഷകന്റെ മാതാപിതാ വേദനയാൽ പുളയുന്നു. സത്രങ്ങളെല്ലാം വാതിൽ കൊട്ടിയടച്ചു. തിരസ്കരണത്തിന്റെ ആ നേരത്ത് വെറുമൊരു കാലിക്കൂട് അഭയമാകുന്നു. പട്ടുമെത്തയും പരിവാരങ്ങളുമില്ലാത്ത രാവ്. മരം കോച്ചുന്ന തണുപ്പിൽ മാതൃവേദനയിൽ മറിയും. കരളലിയിക്കുന്ന ദീനവിലാപം ആകാശവും ഭൂമിയും നിറഞ്ഞു. അസ്ഥികൾ നുറുങ്ങുന്ന നൊമ്പരത്താൽ സിരകളിൽ പിടയുന്ന രോദനം ബത്ലഹേമിൽ വിറകൊള്ളുമ്പോൾ മഞ്ഞുമൂടിയ ആകാശത്ത് നക്ഷത്രം തെളിയുകയായി. ദൂതന്മാർ സകല ജനത്തിനുമുള്ള വാർത്തയ്ക്കായി കാതോർത്തു. തുണയ്ക്കായി ആരോരുമില്ലാതെ അമ്മയുടെ വേദനയുടെ പാരമ്യത്തിൽ കാലം കാത്തിരുന്ന ദൈവപുത്രൻ ഇതാ ഏഴകളിൽ ഏഴയായി പുൽക്കൂട്ടിൽ പിറന്നു വീഴുന്നു. ഇമ്മാനുവേൽ, പൊൻപൈതൽ. മക്കളെ, എന്താ അമ്മേ? നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വരിൻ. ആവട്ടെ അമ്മേ. പ്രകൃതിയിൽ നല്ല മാറ്റമുണ്ട്. നല്ല മഞ്ഞ്, നല്ല തണുപ്പും. ശരിയാ, പ്രകൃതിക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. എനിക്കും തോന്നി. പെണ്ണേ, കാലികൾക്ക് പുല്ലും വെള്ളവും കൊടുത്തോ? പുല്ലും വെള്ളവും ഇത്തിരി നേരെ മുമ്പേ കൊടുത്തതല്ലേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കേട്ടില്ലേ? ആ ദൈവപുത്രനെ കാണാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ശരിയാണ്, മഹാഭാഗ്യം. അതെ, സംസാരിച്ചു നിൽക്കാതെ എത്രയും വേഗം തന്നെ നമുക്ക് അവിടേക്ക് പോകാം. എവിടെയാണ്? അതാ അവിടെ. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. വരൂ, ഇനി നോക്കി നടക്കണേ. പൊൻപൈതലേ, നിൻ ജനനം ഈ പുൽക്കൂട്ടിലോ മാലോ